ഹലോ മക്കളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഓർ ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട്: സ്റ്റാൻഡിങ് പ്ലാനും സിംഗിൾ യൂസ് പ്ലാനും. സ്റ്റാൻഡിങ് പ്ലാനും സിംഗിൾ യൂസ് പ്ലാനും. Standing plant refers to plants which can be used again and again or repeatedly in situation of similar nature. ഒരേ സ്വഭാവമുള്ള പ്ലാനുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉപയോഗിക്കുന്ന അത്തരം പ്ലാനുകൾക്ക് പറയുന്ന പേരാണ് സ്റ്റാൻഡിങ് പ്ലാൻ. സ്റ്റാൻഡിങ് പ്ലാനിന് മറ്റൊരു മീനിങ് ഉണ്ട്. സ്റ്റാൻഡിങ് പ്ലാന്റ്സ് ആർ ലോങ് ടേം ഇൻ നേച്ചർ. ഒരുപാട് കാലത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ആവർത്തിക്കുന്ന അത്തരം പ്ലാനാണ് സ്റ്റാൻഡിങ് പ്ലാൻ. ഓക്കെ, അതിനെ വേറൊരു പേരിൽ അറിയപ്പെടാം. ഓൾസോ കോൾഡ് റിപ്പീറ്റഡ് യൂസ് പ്ലാൻ. വീണ്ടും വീണ്ടും ആവർത്തിക്കുക, റിപ്പീറ്റ് ചെയ്യാണ്. മൾട്ടി യൂസ് പ്ലാൻ, അതായത് ഒരു പ്ലാൻ തന്നെ രണ്ടാമോ വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ സെയിം നേച്ചറുള്ള മറ്റൊരു പ്ലാനും കൂടി ഉപയോഗിക്കുമ്പോൾ അതിനെ മൾട്ടി യൂസ് പ്ലാൻ എന്ന് പറയും. ഓക്കെ, they are usually made once and retain their value over period of years while undergoing revision and update. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട് വീണ്ടും അത് ആവർത്തിച്ച് ഉപയോഗിക്കുക. അപ്പോൾ സ്റ്റാൻഡിങ് പ്ലാനിലെ 4 രൂപത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. റിപ്പീറ്റഡ് പ്ലാനാണ്, അതിൽ അപ്ഡേറ്റ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാനാണ്. ഇനി അതിൻ്റെ എക്സാമ്പിള്, സ്റ്റാൻഡിങ് പ്ലാൻ എക്സാമ്പിൾ ചോദിക്കും എക്സാമിന്. ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ് ആൻഡ് റൂൾ. ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്ലാൻ പറഞ്ഞത് സിംഗിൾ യൂസ് പ്ലാൻ. സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് യൂസ് ആണ്. സിംഗിൾ യൂസ് പ്ലാനാണ് രണ്ടാമത്തത്. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. പ്ലാൻ റെഫേഴ്സ് ടു വൺ ടൈം പ്ലാൻസ് സ്പെസിഫിക്കലി ഡിസൈൻ ടു അച്ചീവ് പെർട്ടിക്കുലർ ഗോൾ. ഒരു പ്രത്യേക ലക്ഷ്യം ഡിസൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനും വേണ്ടി ഉണ്ടാക്കുന്ന പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാൻ. ഓക്കെ, ദീസ് പ്ലാൻസ് ആർ നോൺ റിപ്പീറ്റീവ് നേച്ചർ. സിംഗിൾ യൂസ് ആണ്, റിപ്പീറ്റീവ് നേച്ചർ അല്ല. ഓക്കെ, നോൺ റിപ്പീറ്റീവ് നേച്ചറാണ്. സിംഗിൾ യൂസ് പ്ലാൻസ് അപ്ലൈ ടു ആക്ടിവിറ്റീസ് ദാറ്റ് ഡു നോട്ട് റിക്കർ ഓർ റിപ്പീറ്റ്. ഇതൊരിക്കലും ആവർത്തിക്കുന്നില്ല. അത്തരം പ്ലാനുകൾക്ക് പറയുന്ന പേരാണ് സിംഗിൾ യൂസ് പ്ലാൻ. സിംഗിൾ യൂസ് പ്ലാൻസ് റെഫേഴ്സ് ടു വൺ ടൈം പ്ലാൻ. ഇറ്റ് സ്പെസിഫിക്കലി ഡിസൈൻ ടു അച്ചീവ് പെർട്ടിക്കുലർ ഗോൾ. ഒരു പ്രത്യേക ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പ്ലാനാണ് സിംഗിൾ യൂസ് പ്ലാൻ. സിംഗിൾ യൂസ് പ്ലാനെ കുറിച്ചിട്ട് വേറെ കാര്യം പറയാം. സിംഗിൾ യൂസ് പ്ലാൻ സീസ് ടു എക്സിസ്റ്റ് വൺസ് ദി പർപ്പസ് ഈസ് ഓവർ. സീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സിംഗിൾ യൂസ് പ്ലാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ടു എക്സിസ്റ്റ് വൺ ദ പർപ്പസ് ഈസ് ഓവർ. എന്താണോ, എന്ത് ലക്ഷ്യത്തിനാണോ പ്ലാൻ ചെയ്തത് ആ പ്ലാൻ കഴിഞ്ഞാൽ ആ ലക്ഷ്യം സാക്ഷാത്കരിച്ച ആ പ്ലാന് സ്റ്റോപ്പ് ചെയ്യാം. സീസ് ടു എക്സിസ്റ്റ് വൺ ദി പർപ്പസ് ഈസ് ഓവർ. ഓക്കെ, സിംഗിൾ യൂസ് പ്ലാൻസ് ആർ ഓൾസോ കോൾഡ് അഡ്ഹോക്ക് പ്ലാൻ. ചിലപ്പോൾ നിങ്ങളോട് വൺ വേർഡിനൊക്കെ ചോദിക്കും അഡ്ഹോക്ക് പ്ലാൻ എന്നാൽ എന്ത് എന്നാണ് ചോദിക്കുക. ഓക്കെ, ആ സമയത്ത് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്താ? സിംഗിൾ യൂസ് പ്ലാൻ. ഇനി അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രോഗ്രാം, ബഡ്ജറ്റ്, പ്രൊജക്റ്റ്. ഇതാണ് സിംഗിൾ യൂസ് പ്ലാനിനുള്ള എക്സാമ്പിൾ. ക്ലിയർ? ഇതിന് വെച്ചിട്ട് 2 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. അത് ഈ രൂപത്തിലാണ് വരിക. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡേർഡ് പ്ലാനിങ്, പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിങ് പ്ലാനും അതിന് എക്സാമ്പിളും. അതിന് ഡിഫറൻസ് എഴുതുമ്പോൾ ആദ്യം മീനിങ് എന്താണെന്ന് എഴുതുക, നേച്ചർ എഴുതുക, ഓൾസോ കോൾഡ് അതിന് വേറെ പേരിൽ അറിയപ്പെടുന്നുണ്ട്, അതിന് എക്സാമ്പിൾ എഴുതി. ഈ 4 കാര്യങ്ങൾ എഴുതിയാൽ ഡിഫറൻസ്